നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു IMK ഫിഷിംഗ്. രാവിലെ ഒരു 6:30 കഴിഞ്ഞതേ ഉള്ളൂ, നേരം വെളുത്തിങ്ങ വരുന്നേ ഉള്ളു. എന്താണ് പുരുഷന് ചൂണ്ടയിടലൊന്നും ഇല്ലേന്ന് എല്ലാവരും കുറേ നാളായി ചോദിക്കണം. ചൂണ്ടയിടാൻ പോകുന്നുണ്ട്, കാര്യമായിട്ടൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് മീൻ പിടിച്ച് അടങ്ങൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയേക്കണേണ്, വൈക്കത്ത് വന്നേക്കണേണ്. എന്തായാലും വല്ല കാളാഞ്ചിയോ ചെമ്പല്ലിയോ വലിയ വലിയ മീനുകളാണ് നോട്ടം. എന്തായാലും പുരുഷൻ ഇന്ന് മീൻ പിടിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. എന്തായാലും പിടിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അടിച്ചില്ല കിടന്ന് അവിടെ കിടന്ന് മറിയുന്നുണ്ട്. ഇടക്ക് മീനുകൾ കിടന്ന് മറിയുന്നുണ്ട്. എന്ത് മീനാണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ എന്നാലും നല്ലോണം മറിയുന്നുണ്ട്. കാളാഞ്ചിയോ ചെമ്പല്ലിയോ എന്താണെന്നറിയില്ല, എന്തായാലും പൊക്കുണ്ട്. ചെമ്പൽ കാളാഞ്ചി പിടിക്കാൻ വന്നാണ്, പക്ഷെ ചെമ്പല്ലിയാണ് കിട്ടിയത്. എന്താണെങ്കിലും കുഴപ്പമില്ല, ചെമ്പല്ലെങ്കിൽ ചെമ്പല്ലി, കാളാഞ്ചിയും കാളാഞ്ചി. ചെമ്പല്ലി വളരെ പെട്ടെന്നുള്ള ഒരു അടിയായിരുന്നു. കിട്ടിയടാ മൊത്തം കുറച്ച് കിട്ടിയുള്ളു. സംഭവം വളരെ പെട്ടെന്നുള്ള അടിയായിരുന്നു. ഇത്ര നേരം നോക്കിയിട്ടൊന്നും കിട്ടിയില്ല, പെട്ടെന്നുള്ള അടിയായിരുന്നു. അതുകൊണ്ട് എന്തോരം കിട്ടിയെന്ന് അറിയാൻ പറ്റില്ല വീഡിയോയിൽ. ഓക്കെ, എന്തായാലും ഒരു 1.5 കിലോ ഉണ്ട്. ഉണ്ട്. എന്നൊക്കെ ഒന്നും കൂടി നോക്കാം, അല്ലെങ്കിൽ ഇതിനെ വെച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം.
ഓക്കെ, ഇവൻ ചില്ലറക്കാരനല്ല. ചില്ലറക്കാരനല്ല. ചിരി നല്ലത് ഉണ്ണിയുടെ ഏട്ടാ. ഒരു ചെറിയൊരു കിസ് കൊടുത്തേര്. അപ്പൊ നമ്മള് മീൻപിടുത്തം അവസാനിപ്പിച്ച് സംഭവം ഈ പറഞ്ഞ പോലെ ആകെ ഒരു ചെമ്പല്ലി കിട്ടിയില്ലേ. അപ്പൊ നമ്മൾ ഉള്ള ചെമ്പല്ലിയൊക്കെ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാന്ന് ഓർത്താണ്. ഓക്കെ, അപ്പൊ ചെമ്പല്ലി കിട്ടിയിട്ട് 1/4 മണിക്കൂറായി. അപ്പം ഇനിയിപ്പോ ഈ ചെമ്പല്ലിനെ വെച്ചിട്ട് നമ്മുടെ കുക്കിംഗ് ഡേ. ഓക്കെ, അപ്പൊ നമ്മൾ ചെമ്പല്ലിനെ പൊള്ളിക്കാനാണ് പോണത്. അപ്പൊ ആദ്യം നമുക്ക് ചെമ്പല്ലിനെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കി എടുക്കാം. അപ്പൊ നമ്മൾ ചെമ്പല്ലി വെട്ടി ക്ലീൻ ആക്കി നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുഴയുടെ അരികിൽ കായലിന്റെ അരികിൽ ഇരുന്ന് തന്നെയാണ് നമ്മൾ റെഡിയാക്കാൻ പോണം. നമ്മൾ എന്താ പറയുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊള്ളിക്കാനാണ് പോണം. വാഴയിലെത്തിട്ട് പൊള്ളിക്കാൻ. ആ പൊള്ളിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഈ സാധനമൊക്കെ ഒന്ന് പുരട്ടി വെക്കാം. കുറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. വെളിച്ചെണ്ണയും വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് ഇത് പുരട്ടി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡിയാണ്. അപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് ഒന്ന് നമ്മുടെ ചെമ്പല്ലിയുടെ പുറത്ത് പുരട്ടിയിട്ട് നമ്മൾ ആദ്യം ഇതിനൊന്ന് അങ്ങോട്ട് വറുത്തെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഴയിലയിൽ വെച്ച് പൊള്ളിക്കണത്. ഇതിൻ്റെ ഇടയിലോട്ടൊക്കെ നല്ലപോലെ ഇതുണ്ടോ, നല്ലപോലെ അങ്ങോട്ട് സാധനം പിടിച്ചെന്നാൽ നല്ലതാണ്. അധികം മസാലയും പുരട്ടി വെച്ചാൽ പ്രശ്നമാണ്, അത് കരിഞ്ഞു പോകും. അപ്പം ആവശ്യത്തിനുള്ള മസാല പുരട്ടിയാൽ മതി. ഓക്കെ, അപ്പം നല്ലോണം പുരട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ കുറച്ചൊരു ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുപ്പൊക്കെ കൂട്ടിയിട്ട് ഇവനെ വറുക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ ചെമ്പല്ലി നമ്മൾ വറുക്കാൻ വേണ്ടി പോണേണ്. അപ്പം നൈസായിട്ടൊന്ന് വറുത്താൽ മതി, വലിയ ആഡംബരമൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്പല്ലി നമ്മൾ എടുക്കണേണ്. സംഭവം അത്യാവശ്യം നൈസായിട്ട് അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞിട്ടുണ്ട്. അവൻ്റെ തൊലിയൊക്കെ പോയിട്ടുണ്ട്. സംഭവം തീ ഇത്തിരി കൂടുതലായിരുന്നു. നമുക്ക് വിറകായതുകൊണ്ട് തീ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മൾ പൊള്ളിക്കാനായിട്ടുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഇഞ്ചി ഇടുന്നതാണ്. ഇഞ്ചി വെളുത്തുള്ളി
ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം അങ്ങോട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഞങ്ങൾ നല്ലോണം ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി അങ്ങോട്ട് ഇടണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കുരുമുളകും കൂടി അങ്ങോട്ട് ഇടുന്നത് കേട്ടോ. നമ്മുടെ ഉണക്ക കുരുമുളക് ചതച്ചിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ഇടുന്നത് മല്ലിപ്പൊടിയാണ്. കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് തക്കാളി നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇടണേ. അപ്പോൾ നമ്മൾ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാകുന്നു. അപ്പോൾ ആ പുളിയും വെള്ളവും കൂടി ഒഴിക്കണേണ്ട. നമ്മുടെ മസാലയുടെ അകത്തേക്ക് ആ കുടംപുളി ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട അതിൻ്റെ ആ വിധം അങ്ങോട്ട് മാറി. അപ്പം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ. സംഭവം ഉപ്പ് പുളിയുണ്ട്, ഇത്തിരി കൂടി ഉപ്പുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി, ഏറ്റവും അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കൂടി എൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ മീത്തിൽ പുരട്ടി നമുക്ക് പൊള്ളിച്ചെടുക്കാം. അപ്പം ആദ്യം കുറച്ച് നമ്മൾ വാഴയിൽ നിരത്തുന്നുണ്ട്. ഇതിങ്ങനെ നിരത്തിയിട്ട് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ചെമ്പല്ലീനെ അങ്ങോട്ട് എടുത്ത് വെക്കും. അപ്പം നമ്മുടെ ചെമ്പല്ലീനെടുത്ത് ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് അങ്ങോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തും ഇതേപോലെ തന്നെ മസാല ഇട്ട് നമ്മൾ അങ്ങോട്ട് പിടിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്പല്ലി റെഡിയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നല്ലോണം കെട്ടിയിട്ട് അങ്ങോട്ട് പൊള്ളിച്ചാൽ മതി. അപ്പം നമ്മൾ വാഴ വാട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്പല്ലിയുടെ പുറത്തേക്ക് വെച്ച് അങ്ങോട്ട് കെട്ടി റെഡിയാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ ചെമ്പല്ലി പൊള്ളിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്പല്ലി നല്ലോണം പൊതിഞ്ഞ് വാഴയിലയിൽ പൊതിഞ്ഞ് 2 ലെയർ പൊതിഞ്ഞിട്ടുണ്ട്, പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്പല്ലി ഞാൻ ഉരുളിയിലിട്ട് അങ്ങോട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്പല്ലീനൊന്ന് പതുക്കെ തിരിച്ചിടുന്നുണ്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ നമ്മുടെ ചെമ്പല്ലി ഒന്നും കൂടി ഒന്ന് മറിച്ചിടുന്നതാണ്. രണ്ടാമത്തെ പ്രാവശ്യം ആണ്ട് മറിച്ചിടണം. അപ്പോൾ നമ്മുടെ ചെമ്പല്ലി റെഡി ആയിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് പൊള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുത്ത് മാറ്റി വെച്ചിട്ട് കഴിച്ച് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. സംഭവം ചെമ്പല്ലി നല്ല ടേസ്റ്റുള്ള മീനൊക്കെ തന്നെയാണ്. നമ്മൾ വെച്ച് കുളമാക്കിയാലുള്ള പ്രശ്നമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കെട്ടൊക്കെ പയ്യെ അയച്ചിട്ട് വാഴ നല്ല അടിപൊളിയായിട്ട് വാടിയിട്ടുണ്ടാ, കരിഞ്ഞിട്ടില്ല ഈ പ്രാവശ്യം. സാധാരണ നമ്മൾ കരിഞ്ഞു പോണതാണ്, 2 ലെയർ വെച്ചേക്കണോണ്ടാണെന്ന് തോന്നുന്നു, കരിഞ്ഞിട്ടില്ല.
നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് കൂടുതലും ചെമ്പല്ലിയുടെ നെയ്യാണ്. നല്ല അടിപൊളി നെയ്യായിരിക്കുമല്ലോ ചെമ്പല്ലിക്ക്, എണ്ണയല്ല കൂടുതലും. തുറക്കട്ടെ. അടിപൊളി. പക്ഷെ എൻ്റെ പൊന്നെ കിട്ടില്ലെന്നായിട്ടുണ്ടേടാ. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞ ചെമ്പല്ലി പൊള്ളിച്ചത്. ഓക്കെ, അപ്പോൾ എന്തായാലും ശരിക്കും ചൂടാറിയിട്ടില്ല. എന്തായാലും ഇതും വെച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല. ഇവിടെ കുറേ ആൾക്കാർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം. ചൂട് ശരിക്കുമല്ല, കാര്യമായിട്ട് മാറിയിട്ടേ ഇല്ല. അടിപൊളിയാണ്. അതായത് ചെമ്പല്ലിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റ്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ എങ്ങനെ ഇട്ട് ഉണ്ടാക്കിയെന്നാലും ചെമ്പല്ലി ടേസ്റ്റാണ്. ആ മസാലയും കുരുമുളകും അടിപൊളി, എല്ലാം കൂടി അങ്ങോട്ട് പേരുണ്ട്. ഇത് ഇനിയിപ്പം കുറച്ചേരം വരട്ടി ഒക്കെ കഴിക്കണം. അപ്പം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പം ഞാനിത് പയ്യെ തിന്ന് തീർക്കട്ടെ. അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചെമ്പല്ലി പിടിച്ച് പൊള്ളിച്ച്